Here we standing on our own, on the beaten track we lost ourselves and wondering which way. Hi everyone, this is Annapurni and welcome to my channel. If you are new to my channel, ഞാൻ ഒരു ബുക്ക് ലവർ ആണ്. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിലേറ്റഡ് വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യാറുള്ളത്, ലൈക്ക് ബുക്ക് റിവ്യൂസ്, ബുക്ക് സമ്മറീസ്, ലെസൺസ് ഐ ലേൺ ഫ്രം ബുക്സ്. പക്ഷെ ഇന്നത്തെ വീഡിയോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ലൈബ്രറിയിൽ യൂസ്ഡ് ബുക്ക് സെയിൽ നടക്കാറുണ്ട്. അവിടെ നിന്ന് ഞാൻ വാങ്ങിയ ബുക്സ് ആണ് ഇതെല്ലാം. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ലൈബ്രറിയിൽ ബുക്ക് സെയിൽ എങ്ങനെയാണ് നടക്കുന്നത്, യൂസ്ഡ് ബുക്സ് ഇങ്ങനെ സെയിലിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതാണോ, എത്ര ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും, ഞങ്ങൾ വാങ്ങിച്ച ബുക്സ് ഏതൊക്കെയാണ് എന്നെല്ലാം കാണാം. ഈ കാണുന്ന 4 ബാഗ്സ് ഓഫ് ബുക്സ് ആണ് ഞങ്ങൾ വാങ്ങിയത്. ഇത് ഇവിടുത്തെ 2 ലൈബ്രറിയിലെ സെയിൽസ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഞാനിപ്പോ US-ലാണ് ഉള്ളത്. ഇവിടെ പബ്ലിക് ലൈബ്രറി സിസ്റ്റം നല്ല സൂപ്പർ ആണ്. ബുക്സ് ഒരുപാട് ബോറോ ചെയ്യാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം യൂസ്ഡ് ബുക്ക് സെയിൽ പറഞ്ഞ് നടത്താറുണ്ട്. ഈ യൂസ്ഡ് ബുക്ക് സെയിൽ ഉണ്ടാകുന്ന ഒരുപാട് ബുക്സും ആൾക്കാർ ലൈബ്രറിയിൽ ഡൊണേറ്റ് ചെയ്തതാണ്. പിന്നെ ചിലതൊക്കെ ലൈബ്രറിയുടെ കാറ്റലോഗിൽ നിന്നും അവർ റിമൂവ് ചെയ്തതുമായിരിക്കും. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ 2 ലൈബ്രറീസ് ഉണ്ട്. ഈ പ്രാവശ്യം ഈ 2 ലൈബ്രറിയിലും സെയിൽ സെയിം വീക്കെൻഡ് ആണ് ഉണ്ടായിരുന്നത്. അതും നമ്മുടെ ഓണത്തിന്റെ വീക്കെൻഡ് ആയിരുന്നു. ഓണവും ബുക്ക് സെയിലൊക്കെ ഒരുമിച്ച് വന്നെങ്കിലും ഞങ്ങൾ ഒരുവിധം പ്ലാൻ ചെയ്ത് രണ്ടും നല്ല അടിപൊളിയാക്കി. ഈ വർഷത്തിലെ 2 പ്രാവശ്യത്തെ ബുക്ക് സെയിൽ സ്പ്രിംഗ് ബുക്ക് സെയിലും ഫാൾ ബുക്ക് സെയിലും എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇതിനു മുമ്പ് ഞങ്ങൾ 2 പ്രാവശ്യത്തെ സെയിലിന് പോയിട്ട് ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം പോയപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വന്നായിരുന്നു. ബുക്ക് ഹോൾ വീഡിയോ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ഇട്ടു, പക്ഷെ പിന്നെ ഒരു തിരക്കിൽപ്പെട്ട് അതങ്ങ് നടന്നില്ല. ഈ പ്രാവശ്യമാണ് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ ഒരുപാട് ബുക്സ് വാങ്ങിച്ചത്. അതുകൊണ്ട് എന്തായാലും ബുക്ക് ഹോൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് സാറ്റർഡേ സൺഡേ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ച ബുക്സ് കവർ ചെയ്ത് എടുത്തിട്ടില്ല. മൺഡേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അൺപാക്ക് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുവാണ്. ഈ ബുക്ക് സെയിൽ എപ്പോഴും വീക്കെൻഡ് ആണ് ഉണ്ടാവുക. ആദ്യത്തെ ദിവസം ഓരോ ടൈപ്പ് ഓഫ് ബുക്സിന് അവരൊരു റേറ്റ് വെച്ചിട്ടുണ്ടാവും. മോസ്റ്റ്ലി $1 or $2 ആയിരിക്കും. കിഡ്സിന്റെ ബുക്കൊക്കെ കുറെയൊക്കെ 50 സെന്റ്സും ആണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ദിവസം ഉണ്ടാവുക. പക്ഷെ സെക്കൻഡ് ദിവസം നല്ല അടിപൊളിയാണ്. രണ്ടാമത്തെ ദിവസം അവർ ഇതുപോലെ ഒരു ബാഗ് തരും. ഈ ഒരു ബാഗിൽ ഫില്ല് ചെയ്യാവുന്ന എല്ലാ ബുക്സും നമുക്ക് എടുക്കാം. ഒരു ലൈബ്രറിയിൽ ഈ ഒരു ബാഗിന് $7 ആണ്. മറ്റേ ലൈബ്രറിയിൽ ഇതുപോലത്തെ ഒരു ബാഗിന് $5. അതായത് $5 നമുക്ക് ഈ ബാഗിൽ എത്രത്തോളം ബുക്സ് ഫില്ല് ചെയ്യുക അത്രയും ബുക്സ് ഫില്ല് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പൊ സെക്കൻഡ് ഡേ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുക്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ 2 ദിവസവും പോവാറുണ്ട്. ഡിമാൻഡിങ് ആയിട്ടുള്ള ഫേമസ് ബുക്സ് ഒക്കെ ഫസ്റ്റ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ഡേ പോകുമ്പോഴേക്കും അതൊക്കെ മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയിട്ട് വളരെ നല്ലതും അത്യാവശ്യമായി ഞങ്ങൾ വേണമെന്ന ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും ബുക്സ് കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം എടുത്തിട്ട് വരും. സെക്കൻഡ് ഡേ പോയിട്ട് ഈ ഒരു ബാഗ് വാങ്ങിയിട്ട് ആദ്യം അവിടെ എല്ലാം പരതി നോക്കും, ഏതൊക്കെ നമുക്ക് അറിയാവുന്നതുണ്ടോ അങ്ങനത്തെ കുറെയൊക്കെ എടുത്തു വെക്കും. പിന്നെ അത് മിക്കവാറും ഒരു ബാഗിന്റെ ഹാഫ് പോർഷൻ ഒക്കെ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഓടി നടന്ന് അറിയാത്ത ഓതേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും കുറച്ച് ചുമ്മാ ആ സമയത്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഒരു 3.8, 4 റേറ്റിംഗ്സ് ഒക്കെ ഉള്ള ബുക്സ് ആണെങ്കിലും അതൊക്കെ കുറച്ചൊക്കെ എടുക്കും. ഈ പ്രാവശ്യം ഞങ്ങൾ കിഡ്സ് ബുക്കും കുറെ എടുത്തായിരുന്നു. പിന്നെ ഇത് യൂസ്ഡ് ബുക്ക് സെയിൽ ആണെങ്കിലും ബുക്കിന്റെ ക്വാളിറ്റി നല്ലതാണ്, പുതിയതുപോലെ തന്നെ ഉണ്ടാവും. ഇതിൽ എത്ര ബുക്സ് ഉണ്ടാവും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വന്നിട്ട് ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്നേന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫസ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് ബുക്സ് വാങ്ങിച്ചായിരുന്നു. അത് ഒരു ലൈബ്രറിയിൽ നിന്ന് $10 ആയി, മറ്റേ ലൈബ്രറിയിൽ $26 ആണ് ആയത്. ബാക്കിയുള്ള എല്ലാ ബുക്സും സെക്കൻഡ് ഡേ പോയിട്ട് ബാഗ് സെയിലില് $7 ഒരു ബാഗും $5 2 ബാഗും എടുത്ത് ഫിൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് എണ്ണി തീർത്തപ്പോഴാണ് അറിഞ്ഞത് ഇതില് 204 കിഡ്സ് ബുക്കും 44 അഡൽട്ട് ബുക്കും ഉണ്ടായിരുന്നു എന്ന്. സോ മൊത്തം ഞങ്ങൾ 248 ബുക്സ് ആണ് $53 വാങ്ങിയത്. അതായത് ഏകദേശം ഒരു 4450 ഇന്ത്യൻ റുപ്പീസ് ആയി. പല ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. ഓൺ ആവറേജ് വെറുതെ നോക്കിയാൽ ഒരു ബുക്കിന് 18 രൂപയുടെ അടുത്തേ ആവുന്നുള്ളൂ. ഇപ്രാവശ്യം വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിലെ കുറച്ച് കിഡ്സ് ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഹിന്ദിയിലും ഉണ്ടായിരുന്നു, തെലുഗു ഉണ്ടായിരുന്നു, തമിഴ് ഉണ്ടായിരുന്നു. പക്ഷെ മലയാളം ബുക്സ് ഒന്നും കണ്ടില്ല. ഓക്കെ, ഇപ്പൊ കിഡ്സ് ബുക്ക് ഒക്കെ ഒരു ഭാഗത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനും എന്റെ ഹസ്ബൻഡും കൂടിയിട്ട് വാങ്ങിയ അഡൽട്ട് ബുക്സ് ഒക്കെ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബുക്സ് ആണ് ഞങ്ങൾക്ക് അറിയാവുന്നതായിട്ട് വാങ്ങിയത്. ചില ബുക്സ് ഒക്കെ ഓൾറെഡി നമ്മൾ ഇന്റർനെറ്റിൽ കണ്ട് അതൊക്കെ TBRൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ കുറച്ച് സെറ്റ് ഓഫ് ബുക്സ്, അതായത് ഈ സൈഡിലിരിക്കുന്ന ഒരുപാട് ബുക്സും ഞങ്ങൾ ബാഗ് ലാസ്റ്റ് സ്ഥലം ഉണ്ടായിരുന്നപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് കുറച്ച് ഫിക്ഷൻ ബുക്സ് വാങ്ങിയതാണ്. ഇത് ഏതൊക്കെ ബുക്സ് ആണ് ഞങ്ങൾ വാങ്ങിയതെന്ന് നമുക്ക് ഇനി ഓടിച്ച് നോക്കാം. ഇത് കോൾ ന്യൂപോർട്ടിന്റെ ഡിജിറ്റൽ മിനിമലിസം എന്നൊരു ബുക്കാണ്. നല്ലൊരു ബുക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് വായിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ഇതുവരെ വായിച്ചില്ല, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. നമ്മുടെ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ മിനിമലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓഥർ നല്ല അടിപൊളിയായിട്ടാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു മസ്റ്റ് റീഡ് ബുക്കാണെന്ന് തന്നെ ഞാൻ പറയും. ഇനി അടുത്ത ബുക്ക് നോക്കാം. ഇത്
സ്റ്റാർട്ട് വിത്ത് വൈ എന്നൊരു ബുക്കാണ്. ഈ ബുക്കും ഞാൻ ഒരുപാട് ബുക്ക് ട്യൂബേഴ്സ് സജസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാനൊരു TBRൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ വായിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയില്ല. ഇത് കണ്ടപ്പം ഇതും അങ്ങ് വാങ്ങി. അടുത്തത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ബുക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പക്ഷെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പൊ ഇത് അവിടുത്തെ ഷെൽഫിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ അതും അങ്ങ് എടുത്തു. ഇനി അടുത്തതാണ് ഒരു അടിപൊളി ബുക്ക്, ദ വണ്ടർ വീക്സ്. ആക്ച്വലി ഈ ബുക്ക് എന്റെ കുട്ടികളെ ബേബീസ് ആയിരിക്കുമ്പോൾ വായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. ഇത് ന്യൂ ബോൺ ബേബീസ് മുതൽ 20 മാസം പ്രായമാവുന്ന ബേബീസ് വരെയുള്ളവരുടെ ഓരോ സ്റ്റേജിലെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ കുറിച്ചും അവർ ആ സമയത്ത് കാണിക്കുന്ന ചേഞ്ചസ്, അതിന് നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറേ നല്ല നല്ല ടിപ്സ് ഉള്ള ബുക്കാണ്. സോ എന്റെ കുട്ടികളൊക്കെ ഇപ്പൊ വലുതായി, ബട്ട് സ്റ്റിൽ എന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും യൂസ് ആവും എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത ബുക്കാണ്. അടുത്തത് ഒരു പാരന്റിംഗ് ബുക്കാണ്. ഞാൻ പാരന്റിംഗ് ബുക്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഈ ബുക്ക് എന്തായാലും ഉണ്ട്. ഹൗ ടു ടോക്ക് സോ കിഡ്സ് വിൽ ലിസൺ ആൻഡ് ലിസൺ സോ കിഡ്സ് വിൽ ടോക്ക്. എന്റെ പാരന്റിംഗ് ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഞാനിത് ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്നാണ് എടുത്ത് വായിച്ചിരിക്കുന്നത്. ഈ ബുക്ക് എനിക്ക് കീപ്പ് ചെയ്താൽ കൊള്ളാവുന്ന ഒരു ബുക്കാണ്. ഇതിൽ കുറേ നല്ല നല്ല ടിപ്സ് ഒക്കെ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുന്നത് പാരന്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതും അവിടുത്തെ ഷെൽഫിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അടുത്തത് ദ മില്യനർ നെക്സ്റ്റ് ഡോർ. ഇതും അത്യാവശ്യം ഫേമസ് ആയിട്ട് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് അത് കാരണം അത് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫൈനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. വായിച്ചാലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഇനി ഉടനെ വായിക്കുമായിരിക്കും. നോക്കാം. അടുത്തത് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഈ ബുക്ക് നല്ല ഫേമസ് ആണ്. എല്ലാവരും മസ്റ്റ് റീഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് വായിക്കാനായിട്ട് ലൈബ്രറിയിൽ നിന്ന് 1-2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ യൂഷ്വലി പല ബുക്സ് അറ്റ് എ ടൈം വായിക്കാറുള്ളത് കൊണ്ട് ഈ ബുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ലൈബ്രറിയിൽ റിന്യൂ ചെയ്യാനും പറ്റില്ല. ഇത് ഓൾറെഡി ഡിമാൻഡിങ് ബുക്ക് ആയതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ ബുക്കും ഫസ്റ്റ് ഡേ സെയിൽസിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. എന്തായാലും മിസ്സാക്കാൻ പാടില്ല വിചാരിച്ചിട്ട്. അടുത്തത് ദ കോമ്പൗണ്ട് ഇഫക്റ്റ്. ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ പേര് ഞാൻ ഓൾറെഡി ബുക്ക് ട്യൂബേഴ്സിന്റെ ഇടയിലൊക്കെ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ബുക്കാണ് ഹൗ ഫുൾ ഇസ് യുവർ ബക്കറ്റ്. ഈ ബുക്കിന്റെ ഓതർ ടോം റാത്ത് ആണ്. ഈ ഓതറിന്റെ വേറെ ഒരു ബുക്ക് ഈറ്റ് മൂവ് സ്ലീപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഓതറിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ ബുക്ക് ലിസ്റ്റിൽ കണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അങ്ങ് പ്ലാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ ഷെൽഫിൽ ഇത് ഇരിക്കുന്ന കണ്ടപ്പോൾ എന്നാ എടുത്തേക്കാ വിചാരിച്ച് എടുത്തു. ഇത് സെക്കൻഡ് ഡേ ബാഗ് സെയിലിന്റെ ടൈമിൽ എടുത്തതാണ്. അടുത്തത് ഈ ദറ്റ് ഫ്രോഗ്. ഇതും ബാഗ് സെയിലിന്റെ ഡേ എടുത്തതാണ്. കാരണം ഈ ബുക്കിന്റെ ഒരു കോപ്പി ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിലെ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് ബാഗ് സെയിലിന്റെ ദിവസം വാങ്ങി ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിട്ട് ഇതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കാം. അടുത്തത് കാൺട്ട് ഹേർട്ട് മീ. ഇതും മസ്റ്റ് റീഡ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് ഡേവിഡ് ഗോഗിൻസ് എന്ന് പറഞ്ഞ ആളുടെ മെമ്മോയർ ആണ്. ഇത് എന്റെ ഹസ്ബൻഡ് നോക്കിയിട്ട് എടുത്ത ബുക്കാണ്. അടുത്തത് ഒരു പാരന്റിംഗ് ബുക്കാണ്, ദ പവർ ഓഫ് എ പാരന്റ്സ് വേർഡ്. ഈ ബുക്കിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ഞാൻ അങ്ങനെ എവിടെയും കേട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് ഡേ ബാഗ് സെയിലിന്റെ ടൈമിൽ ബാക്കി ബുക്സ് ഒക്കെ എടുത്തതിന് ശേഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ കണ്ട ഒരു പാരന്റിംഗ് ബുക്ക് അങ്ങനെ എടുത്തതാണ്. അറിയില്ല ഇത് എങ്ങനെയായിരിക്കുമെന്ന്. നോക്കാം. അടുത്ത ബുക്ക് മെൻ ആർ ലൈക്ക് വാഫിൾസ് വിമൻ ആർ ലൈക്ക് സ്പാഗറ്റി. ഇത് പേര് കണ്ടിട്ട് എടുത്തതാണ്. പേര് കണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. കാരണം ഇത് മെൻ ആർ ഫ്രം മാർസ് വിമൻ ആർ ഫ്രം വീനസ് എന്നൊരു ബുക്കുമായിട്ട് സിമിലർ പോലെ തോന്നി. മേ ബി മെന്നിന്റെയും വിമന്റെയും ഒക്കെ ഡിഫറൻസസ് ഉള്ള ബുക്കായിരിക്കും തോന്നുന്നു. അത് കാരണം ജസ്റ്റ് എടുത്തതാണ്. ഇനി വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അടുത്തത് ദ പവർ ഓഫ് വെൻ. ഈ ബുക്ക് ഞാൻ ഓൾറെഡി ഓഡിയോ ബുക്കായിട്ട് കേട്ടിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ്. പലർക്കും പല ക്രോണോ ടൈപ്പ് ആണ്. ചിലർക്ക് രാവിലെ നേരത്തെ എണീക്കുന്നവരായിരിക്കും, ചിലർ രാത്രി ലേറ്റ് ആയിട്ട് ഇരുന്ന് പണി ചെയ്യുന്നവരായിരിക്കും. അതിനൊക്കെ പിന്നിൽ ക്രോണോ ടൈപ്പ് എന്നൊരു സംഭവമുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ക്രോണോ ടൈപ്പ് അനുസരിച്ച് ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള നല്ല ഇൻഫർമേഷൻ ഉള്ള ഒരു ബുക്കാണ് ദ പവർ ഓഫ് വെൻ. ഞാനിത് ഓഡിയോ ബുക്കായിട്ടാണ് കേട്ടത്. ബുക്കിന്റെ ഒരു കോപ്പി ഇരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് എടുത്തു. ഇനി അടുത്ത ഒരു സെറ്റ് വേഗം പറയാം. കാരണം ഇതിലെ കുറെ ബുക്കിനെ കുറിച്ച് എനിക്ക് അറിയില്ല. സ്റ്റാൻഡ് ഔട്ട് എന്നൊരു ബുക്ക് ഉണ്ട്. പിന്നെ ഇത് ഫോട്ടോഗ്രാഫിയുടെ ഒരു ബുക്കാണ്. ഇത് എന്റെ ഹസ്ബൻഡ് എടുത്താണ്. ആൾക്ക് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനി വാട്ട് മോട്ടിവേറ്റ്സ് മീ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ബാഗ് സെയിലിന്റെ ദിവസം എടുത്തതാണ്. അതുപോലെ ഡ്രീം ബിഗ് ആൻഡ് വിൻ, ടൂൾസ് ഓഫ് ടൈറ്റൻ ടിം ഫെറിസ്. ടിം ഫെറിസ് 4 hour വർക്ക് വീക്ക് എന്ന ബുക്കിന്റെ ഓതർ ആണ്. നല്ല വലിയൊരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുത്ത് ഓരോ സെക്ഷൻ ആയിട്ട് വായിക്കണം തോന്നുന്നു. ലെറ്റ്സ് സീ. പിന്നെ ഇതൊരു 4 ബുക്ക് ഉണ്ട്. റണ്ണിങ്, ട്രയത്തലോണ്, പിന്നെ റണ്ണേഴ്സിന്റെ ഡയറ്റ്, അങ്ങനെയൊക്കെ ഉള്ള 4 ബുക്കാണ്. ഇതെന്റെ ഹസ്ബൻഡ് എടുത്താണ്. ആൾ അത്യാവശ്യം ഓടുന്ന ഒരാളാണ്. ഇത് ഇത്രയും നോൺ ഫിക്ഷൻ ആയിരുന്നു. ഇനി ഫുള്ള് ഫിക്ഷൻ ആണ്. ഇതിൽ 1-2 ഓതേഴ്സിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിൽ ഡാൻ ബ്രൗണിന്റെ ലോസ്റ്റ് സിംബൽ ഉണ്ട്, ഡിസെപ്ഷൻ പോയിന്റ് ഉണ്ട്, പിന്നെ സിഡ്നി ഷെൽട്ടന്റെ ദ ടൈഡ്സ് ഓഫ് മെമ്മറി. പിന്നെയുള്ള ആരും എനിക്ക് അറിയില്ല. ഇതൊക്കെ ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങള് ബാഗിൽ സ്പേസ് ഉണ്ടായിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ആ സമയം ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് പരതി നോക്കിയിട്ട് ഒരു 4 റേറ്റിംഗ് എബോ ഉള്ള ബുക്സ് ഒക്കെ എടുത്തതാണ്. ജസ്റ്റ് വേണമെങ്കിൽ പേര് മാത്രം പറയാം. ഡാനിയൽ സ്റ്റീലിന്റെ കൺട്രി, ദ അവാർഡ് ബൈ ഡാനിയൽ സ്റ്റീൽ, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ബൈ ഡാനിയൽ സ്റ്റീൽ, അമേസിംഗ് ഗ്രേസ് ബൈ ഡാനിയൽ സ്റ്റീൽ, പിന്നെ ജെയിംസ് പാറ്റേഴ്സൺ. ഈ ഓതറിന്റെ പേര് ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല. അപ്പൊ ഈ ബുക്ക് ഞാൻ അതുപോലെ റേറ്റിംഗ് കുഴപ്പമില്ലാതെ തോന്നി, അതാണ് എടുത്തു. ഫിയർ നോ
ഒഴിവിൽ ഇത് മിസ്റ്ററി ത്രില്ലർ നോവലാണ്. ഡാനിയൽ സ്റ്റീലിന്റെ എല്ലാം റൊമാൻറ്റിക് ഫിക്ഷൻ നോവൽസ് ആണ് തോന്നുന്നു. ജെയിംസ് പാറ്റേഴ്സന്റെ തന്നെ അലക്സ് ക്രോസസ് ട്രയൽ, പിന്നെ CJ ബോക്സിന്റെ സാവേജ് റൺ, ഇതുമെല്ലാം മിസ്റ്ററി ത്രില്ലർ ആണ്. ഇനി ഇതൊന്നും അറിയാത്ത ഓതേഴ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്. ജസ്റ്റ് പേര് മാത്രം പറയാം. എലിസബത്ത് പീറ്റേഴ്സ് ടോംബ് ഓഫ് ദ ഗോൾഡൻ ബേർഡ്, പിന്നെ ഡേവിഡ് ബൽഡാസിയാ തോന്നുന്നു സ്റ്റോൺ കോൾഡ്, മൈക്കിൾ ക്രിക്ടന്റെ ദ ലോസ്റ്റ് വേൾഡ്, ഡൊറോത്തിയ ബെന്റൺ ഫ്രാങ്കിന്റെ പോളീസ് ഐലൻഡ്, പിന്നെ 3 to Get Deadly ബൈ ജാനറ്റ് ഇവാനോവിച്ച് ആണെന്ന് തോന്നുന്നു. പിന്നെ ദ ഗേൾ ഇൻ ദ സ്പൈഡേഴ്സ് വെബ് ബൈ ഡേവിഡ് ലാഗർക്രാൻസ്, മൈക്കിൾ കൊണേലിയുടെ ട്രങ്ക് മ്യൂസിക്, ജോൺ ക്രിസം ദ റെയിൻ മേക്കർ. ഈ ഓതറിന്റെ പേര് ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്, പക്ഷെ ബുക്സ് വായിച്ചിട്ടില്ല. ഇതൊരു മിസ്റ്ററി ത്രില്ലർ നോവലാണ്. ജോൺ ക്രിസം ടൈം ടു കിൽ, പിന്നെ ലീ ചൈൽഡ് ബാഡ് ലക്ക് ആൻഡ് ട്രബിൾ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും അറിയില്ല, ആ സമയം ഇത്തിരി റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് ബാഗിലോട്ട് വേഗം എടുത്ത് ഇട്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ഫോൾ ലൈബ്രറി യൂസ്ഡ് ബുക്ക് സെയിലിൽ ഞങ്ങൾ വാങ്ങിയ ബുക്സ്. ലാസ്റ്റ് ടൈം ഇത്ര ബുക്സ് വാങ്ങിയിട്ടില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ലാസ്റ്റ് ടൈം ഈ ബാഗ് സെയിലിനെ കുറിച്ച് അത്ര അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഡേ പോയിട്ട് കുറച്ച് ബുക്സ് ഒക്കെ എടുത്തിട്ട് വന്നു. സെക്കൻഡ് ഡേ ഞാൻ പോയായിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് എൻഡിലാണ് പോയത്. അതുകൊണ്ട് ഓൾറെഡി കുറെ ബുക്സ് ഒക്കെ കഴിഞ്ഞിരുന്നു. എസ്പെഷ്യലി കിഡ്സ് ബുക്ക് ഒക്കെ ഫസ്റ്റ് തന്നെ കഴിയും ഈ പ്രാവശ്യം. അതുകൊണ്ട് ബാഗ് സെയിൽ തുടങ്ങുന്ന സമയം തന്നെ ഉള്ളിൽ കയറി. അതുകൊണ്ട് കിഡ്സ് ബുക്ക് ഒക്കെ ഒരുപാട് കിട്ടി. കിഡ്സ് ബുക്കിന്റെ സെക്ഷനിലാണ് നല്ല തിരക്കുണ്ടാവുക. വാരിട്ടാ പിള്ളേർ എടുത്തിട്ട് പോവുക. ബുക്സ് ഒക്കെ ഒരുപാട് കിട്ടി. ഇനി പതുക്കെ ഇതൊക്കെ വായിക്കാം. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.